കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ആദ്യമായി പരസ്യ പ്രതികരണവുമായി പയ്യന്നൂർ MLA TI മധുസൂദനൻ. രക്തസാക്ഷി ഫണ്ട് ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണമെന്നും TI മധുസൂദനൻ പറഞ്ഞു. TI മധുസൂദനൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആരോപണമുന്നയിച്ച V കുഞ്ഞികൃഷ്ണന്റെ നാടായ വെള്ളൂരിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ആ പ്രതികരണം കാണാം. സെമന്തകമണി ശ്രീകൃഷ്ണൻ കക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷിയുടെ ഫണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ? തൊടാൻ തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എന്തും പറയാം. അപ്പൊ ആർക്ക് ഈ ഈ ഈ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഉയർന്നു വരുന്നത്? ആരെ സഹായിക്കാനാണ്? ധനരാജനെ വെട്ടിക്കൊന്നവരെ കോടതിയുടെ മുന്നിൽ ആ കേസിനെ ദുർബലപ്പെടുത്തുന്നതിന്. അതിനിടെ V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുള്ള പ്രകടനത്തിൽ പങ്കെടുത്തയാളുടെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ ബൈക്ക് വാങ്ങി നൽകാൻ 10 രൂപ ചലഞ്ചുമായി ജാഗ്രത പയ്യന്നൂർ കൂട്ടായ്മ. ആൾക്കൂട്ട ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നീക്കമെന്നാണ് സംഘാടകരുടെ വിശദീകരണം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, TI മധുസൂദനൻ ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നടത്തിയിരിക്കുന്നു. അതേസമയം ജാഗ്രത പയ്യന്നൂർ കൂട്ടായ്മ ഈ നേരത്തെ കുഞ്ഞികൃഷ്ണന്റെ അനുയായിയുടെ ബൈക്ക് കത്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് 10 രൂപ ചലഞ്ചിന് തുടക്കമിട്ടുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ, ഒരു പൊതുയോഗത്തിൽ TI മധുസൂദനൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടക്കുന്നത്, ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. കാരണം നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച സമയത്തൊക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോഴും ഒരു പ്രതികരണത്തിനായി നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. നേതൃത്വം മറുപടി പറയുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം നൽകുന്ന ന്യായീകരണം. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഈ വെള്ളൂരിൽ ഈ CPM-ന്റെ LDF-ന്റെ മണ്ഡലം വികസന മുന്നേറ്റ ജാഥ, അതാത് മണ്ഡലത്തിലെ MLA മാരാണ് ജാഥ നയിക്കുന്നത്. ഈ ജാഥ വെള്ളൂരിൽ, ഈ V കുഞ്ഞികൃഷ്ണന്റെ നാടായ വെള്ളൂരിൽ എത്തിയപ്പോഴാണ്, അവിടുത്തെ പൊതുയോഗത്തിലാണ് ഈ വിഷയത്തിൽ ആദ്യമായി അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നത്. അതായത് അദ്ദേഹം ഉപമിക്കുന്നത്, അതായത് ഈ രക്തസാക്ഷി ഫണ്ടിനെ ഉപമിക്കുന്നത് ശ്രീകൃഷ്ണന്റെ സെമന്തക മണിയോടെയാണ്. അത്രയ്ക്കും മൂല്യമുള്ള, അത്രയ്ക്കും വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ടാണ് ഈ രക്തസാക്ഷി ഫണ്ടിനെ അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് ആ ഫണ്ട് പാർട്ടി സഖാക്കൾ ആരെങ്കിലും കക്കുമോ അല്ലെങ്കിൽ അത് മോഷ്ടിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ കണക്കുകൾ അത് പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറല്ല. കാരണം കണക്ക് പുറത്തുവിടാൻ പറയുന്നത് അത് പാർട്ടി കുടുംബത്തെ, ഈ രക്തസാക്ഷിയുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു വിചിത്രമായ ഒരു ന്യായീകരണമാണ് TI മധുസൂദനൻ പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റില്ല. രക്തസാക്ഷി കുടുംബത്തെ അപമാനിക്കാൻ കണക്ക് പുറത്തുവിടാനാകുമോ എന്നും TI മധുസൂദനൻ ചോദിക്കുന്നുണ്ട്. നേരത്തെ ഈ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അവിടുത്തെ ബഹുജനങ്ങളോട് അവരുടെ കുടുംബയോഗങ്ങൾ വിളിച്ച് ഈ കണക്കുകൾ വ്യക്തമാക്കും എന്നായിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും അത്തരത്തിലുള്ള കുടുംബയോഗങ്ങളൊന്നും പാർട്ടി വിളിച്ചതായിട്ട് അറിവില്ല. നിലവിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തുവിടുമോ എന്നുള്ളൊരു ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടിയും പാർട്ടി നേതൃത്വം നൽകിയിട്ടില്ല. TI മധുസൂദനും അക്കാര്യത്തിൽ ഒരു മറുപടിയൊന്നും ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ പൊതുയോഗത്തിൽ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് പാർട്ടി ഈ V കുഞ്ഞികൃഷ്ണൻ ആരോപിച്ച ആ കാര്യങ്ങൾ, അതായത് ഈ രക്തസാക്ഷി ഫണ്ടിൽ നിന്നടക്കം ഈ TI മധുസൂദനന് അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള KP മധുവും പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം, അതിൽ ഒരു വ്യക്തത വരുത്താൻ പാർട്ടി തയ്യാറല്ല, ഇപ്പോഴും തയ്യാറല്ല. അത് പുറത്തുവിടുന്നത് ഈ കുടുംബത്തെ അത് വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. അത് അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിനിടെ മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ ഈ V കുഞ്ഞികൃഷ്ണന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പറയൂ അജീഷ്, തുടരാം. കഴിഞ്ഞ ഈ V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹത്തെ അനുകൂലിച്ച് ഈ വീടിന് മുന്നിൽ ഒരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തിന് പിന്നാലെ പ്രസന്നൻ എന്ന് പറയുന്ന ആളുടെ ബൈക്ക് വീടിൻ്റെ സമീപത്ത് വെച്ച് അത് കത്തിച്ചിരുന്നു. ആ കത്തിച്ച ആരാണെന്ന് ഇതുവരെയ്ക്കും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനു പകരം ഈ ജാഗ്രത പയ്യന്നൂർ, അത് ഈ V കുഞ്ഞികൃഷ്ണനെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിനടക്കം, അത് പ്രിന്റ് ചെയ്യുന്നതിനടക്കം സഹായിച്ച ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രസന്നന് ഈ ബൈക്ക് വാങ്ങി നൽകാൻ ഒരു ചലഞ്ച്, ഒരു ക്യാമ്പയിൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. 10 രൂപ ചലഞ്ചാണ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നാളെ മുതലാണ് ഈ ചലഞ്ചിന് തുടക്കം ഇട്ടിരിക്കുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇതെന്നാണ് ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ വിശദീകരണവുമായി
ടി.ഐ. മധുസൂദനൻ MLA രംഗത്തെത്തിയിരിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയില്ല എന്നാണ് ടി.ഐ. മധുസൂദനൻ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ വി. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ പ്രസന്നൻ എന്നയാളുടെ ബൈക്ക് കത്തിച്ച ആ വിഷയത്തിൽ പുതിയ ബൈക്ക് വാങ്ങി നൽകുന്നതിന് ജാഗ്രത പയ്യന്നൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ചലഞ്ച് ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.